الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب وعليه فليتوكل المؤمنون. أعوذ بالله من الشيطان الرجيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك إماما قال ومن ذريتي قال لا ينال أهل الظالمين. صدق الله. സത്യ വിശ്വാസികളായ സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഉന്നതമായ ശ്രേഷ്ഠമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ മരണാനന്തരം അഥവാ നാളെ പരലോകത്ത് നിത്യശാന്തിയും സമാധാനവും ലഭിക്കും, അഥവാ സ്വർഗം ലഭിക്കുമെന്ന സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ മരണാനന്തരം അഥവാ നാളെ പരലോകത്ത് നിത്യ അശാന്തിയും കഠിനമായ ശിക്ഷയുമാണ് നമ്മെ കാത്തിരിക്കുന്നത്, അഥവാ നരകമുണ്ട് എന്ന മുന്നറിയിപ്പ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഉന്നതമായ ശ്രേഷ്ഠമായ ദീനിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയുന്നത് പോലെ വിശുദ്ധമായ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വിശുദ്ധമായ ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജും അനുബന്ധ കർമ്മങ്ങളും 4000 വർഷം മുമ്പ് ഇറാഖ് എന്ന് പറയുന്ന പ്രദേശത്തിലെ ബാബിലോണിയ എന്ന പട്ടണത്തിലെ ചെറിയ ഒരു ഗ്രാമപ്രദേശമാകുന്ന ഊർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് ജീവിച്ച ഒരു മനുഷ്യന്റെ ചരിത്രമാണ്, ഒരു പച്ചയായ മനുഷ്യന്റെ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഖിയാമത്ത് നാൾ വരെ ദുൽഹജ്ജ് മാസത്തിൽ ആ സംഭവം അയവിറക്കിക്കൊണ്ടിരിക്കും. നമ്മെ പോലെ സാധാരണ ഒരു ജീവിതം നയിച്ച് ഒരു പ്രദേശത്ത് ആരും അറിയാതെ മരണപ്പെട്ടു പോകേണ്ടിയിരുന്ന ഒരു മനുഷ്യൻ ചരിത്രത്തിൽ വലിയ പ്രാധാന്യം നൽകി അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, ആ മനുഷ്യനെ ആ പ്രദേശത്തോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തോ വരുന്ന
പ്രവാചകന്മാർക്ക് മാത്രം പരിചയപ്പെടുത്തി പോകാതെ ലോക അവസാനം വരെ, ഖിയാമത്ത് നാൾ വരെ ഈ പ്രപഞ്ചം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മനുഷ്യനാക്കി മാറ്റിയത് എന്തുകൊണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ധാരാളം കഥകളെ, ചരിത്രങ്ങളെ, സംഭവങ്ങളെ പറഞ്ഞു പോയിട്ടുണ്ട്. ധാരാളം പ്രവാചകന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്മാരിലെ ചില ആളുകളുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ ചില പരിചയപ്പെടുത്തലുകൾ നടത്തിപ്പോയിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറ ബഖറ മുതൽ ഈ ഏറെക്കുറെ അവസാനം സൂറ നജ്മ് വരെയുള്ള അധ്യായങ്ങളിലായി അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ പല സ്ഥലങ്ങളിലും വളരെ വിശദമായി, ഡീപ്പായി തന്നെ, വളരെ ഗൗരവമായി തന്നെ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതോ ഒരു പ്രദേശത്ത് മരണപ്പെട്ടു പോകേണ്ട മനുഷ്യനെ ഇത്രയും വലിയ പ്രാധാന്യമുള്ള ഒരാളാക്കി തീർത്തത് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ആദർശത്തിലുള്ള നിലപാടായിരുന്നു എന്നുള്ളത്. അല്ലാഹുവിന് വേണ്ടി, പടച്ചവനിക്ക് വേണ്ടി, സൃഷ്ടാവിന് വേണ്ടി, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് വേണ്ടി, ഇവിടുത്തെ ജീവജാലങ്ങളുടെ സൃഷ്ടാവിന് വേണ്ടി എന്തും സമർപ്പിക്കാൻ, എന്തും നൽകാൻ, യാതൊരു നിലയിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ അതിനുവേണ്ടി തയ്യാറായി എന്നുള്ളതാണ് ഒന്നാമത്തത്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഇദ് ബതല ഇബ്രാഹീമ റബ്ബഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന. ഇബ്രാഹിം എന്ന് പറയുന്ന മനുഷ്യനെ, അലൈഹിസ്സലാം എന്ന മനുഷ്യനെ തന്റെ സൃഷ്ടാവ്, തന്റെ പടച്ചവൻ, തന്റെ അല്ലാഹു ചില കലിമത്തുകൾ കൊണ്ട്, ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു. അതവിടെ പറയുന്നില്ല, പരീക്ഷണം നടത്തുകയുണ്ടായി എന്നാ പറയുന്നത്. വിജയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പരിഗണന നൽകി എന്നുള്ളതാ. ഖാല ഇന്നി ജാഇലുക ലിന്നാസ് ഇമാമ. മനുഷ്യർക്ക് അദ്ദേഹത്തെ ഇമാമാക്കി നിശ്ചയിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു മാതൃക പുരുഷനായി നിയമിച്ചു എന്നുള്ളതാണ്. ഇമാമാക്കി, ഒരു നേതാവാക്കി, അല്ലെങ്കിൽ മാതൃകാ പുരുഷനാക്കിയ മാതൃകാ പുരുഷൻ. എന്നിട്ടോ ആ സമയം ആ മാതൃക പുരുഷനാക്കിയ മനുഷ്യൻ പിന്നീടത്തെ പറയാണ്, ഖാല വമിൻ ദുർരിയതി. എനിക്ക് മാത്രം ഇത് തന്നാൽ പോരാ, എന്റെ കുടുംബത്തിലുള്ളവർക്ക് നീ നൽകണം, എന്റെ തലമുറയ്ക്ക് നീ നൽകണം. ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹ് പറയാണ്, നിന്റെ സമൂഹത്തിൽ നിന്ന്, നിന്റെ പരമ്പരയിൽ നിന്ന് താഴേക്ക് വരുന്ന ആളുകൾക്ക് ഞാൻ നൽകാം. അത് ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ അത് കൊടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, അക്രമികളാകുന്ന ആളുകൾക്ക് ഞാനത് നൽകുകയില്ല, ഞാനത് കൊടുക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തോട് അല്ലാഹ് പറഞ്ഞതായി പറയുന്നു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. നീ നിന്റെ സൃഷ്ടാവിനെ, പടച്ചവൻ അല്ലാഹുവിന് കീഴ്പ്പെടൂ എന്ന് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർത്തു നോക്കൂ. ആ സന്ദർഭത്തിൽ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അദ്ദേഹം ആ സന്ദർഭത്തിൽ തന്നെ, അപ്പോൾ തന്നെ നീ അല്ലാഹുവിനെ സർവാത്മന കീഴ്പ്പെടുന്നവനാകൂ എന്ന് പറയുന്ന അതേ വേളയിൽ, അതേ അവസരത്തിൽ തന്നെ അദ്ദേഹം പറയുകയാണ്, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ലോക സൃഷ്ടാവായ അല്ലാഹുവേ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, ഞാൻ ഇതാ നിനക്ക് വേണ്ടി സർവാത്മന ഞാൻ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു.
സർവാത്മന ഞാൻ നിനക്ക് വിധേയനായിരിക്കുന്നു, സർവാത്മന ഞാൻ എല്ലാം നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിലേക്ക് പിന്നെ നടന്നു കയറുകയായിരുന്നു അദ്ദേഹം, ഓടിക്കയറുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് പിന്നീട് അല്ലാഹു പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നും തന്നെ പിന്നീട് മാറ്റിവെക്കാതെ, പിന്നീട് ആകട്ടെ എന്ന് പറയാതെ, ആ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം ചെയ്തു മുന്നേറുന്ന കാഴ്ചയാണ് പിന്നീട് ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. അങ്ങനെ അദ്ദേഹം സൃഷ്ടാവിന് വേണ്ടി, പടച്ചവനിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി തന്റെ ജന്മനാടിൽ നിന്ന് ഒരു പ്രദേശത്തിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക്, അവിടെ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക്, അവിടെ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക്, അങ്ങനെ അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടി വന്നു. ജീവിതത്തിൽ ഒരുപാട് അലച്ചിലുകൾ അനുഭവിക്കേണ്ടി വന്നു. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം തരണം ചെയ്യേണ്ടി വന്നു. ആ പരീക്ഷണങ്ങളിലൊന്നും അദ്ദേഹം ഒരിക്കൽ പോലും തന്റെ സൃഷ്ടാവിനെതിരെ, പടച്ചറബിനെതിരെ, അള്ളാഹുവിനെതിരെ അദ്ദേഹം കുറ്റം പറയുകയോ അത് തെറ്റായി പോയി എന്ന് അദ്ദേഹത്തിന് തോന്നുകയോ ചെയ്തിട്ടില്ല. അത് തെറ്റായി പോയി എന്ന് അദ്ദേഹത്തിന് തോന്നാത്ത നിലയിൽ അദ്ദേഹത്തിന് കടന്നു പോകാൻ, അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. തന്റെ റബ്ബിന് വേണ്ടി എന്തും സമർപ്പിക്കാൻ സന്നദ്ധനായ ഒരു മനുഷ്യനെ പിന്നീട് അള്ളാഹു സഹായിക്കുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തിന് സുഖകരമായ ഒരു ജീവിതം കെട്ടിപ്പടുത്തി. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ, നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താ? നമുക്ക് കുറച്ച് നാൾ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളായി അവർ പഠിക്കാൻ സമയമായാൽ അവർ നേരെ സ്കൂളിൽ, മദ്രസയിൽ അവിടേക്ക് വിടും. അവരെങ്ങനെ പഠിക്കും, പഠിച്ച് പിന്നീട് അങ്ങോട്ട് പോകുന്നതല്ല, പിന്നീട് ജോലി, അധ്വാനം, പിന്നീട് കുടുംബം, പിന്നീട് കുടുംബത്തെ നോക്കൽ, പിന്നീട് തൊഴില്, അങ്ങനെ തുടങ്ങി തന്റെ ജീവിതവും ജീവിതത്തിന്റെ ചുറ്റുപാടുകളുമായിട്ട് കറങ്ങി തിരിഞ്ഞ് അദ്ദേഹത്തിന് സഞ്ചരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ എവിടെയൊക്കെ പോകാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ ചെയ്യും, അതൊക്കെ നമ്മൾ ആർജിച്ചെടുക്കും. അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോവുകയും ചെയ്യും. പക്ഷേ ഇബ്രാഹിം നബിക്കും അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. നമ്മെ പോലത്തെ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ജീവിച്ച കാലഘട്ടം അള്ളാഹുവിനെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം ആ രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കാനും അവനോടൊപ്പം മറ്റുള്ളവരെ കൂടി പങ്കാളികളാക്കാനും കൂട്ടാളികളാക്കാനും അവരെ കൂടി സഹായികളാക്കാനും ചെയ്തുകൊണ്ട് മുന്നേറിയ ഒരു സമൂഹം. ആ സമൂഹത്തെ തിരുത്തുക എന്നുള്ളത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വമായിരുന്നു, വളരെ വലിയ ഒരു ഭാരിച്ച ചുമതല തന്നെയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ജീവിച്ച കാലഘട്ടം ആലോചിക്കണം. നമ്രൂദ് എന്ന് പറയുന്ന അഗ്നി ആരാധകരായ ഒരു ഭരണാധികാരിയാണ് ആ നാട്ടിലെ ഭരണാധികാരി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിതാവ് ആസർ ആ ഭരണാധികാരി നിർമ്മിച്ചു നൽകി, അല്ലെങ്കിൽ ഭരണാധികാരിയുടെ എല്ലാ ഒത്താശകളും ചെയ്യാൻ പറ്റിയ ഒരു ദൈവിക സങ്കല്പത്തെ സൃഷ്ടിച്ചെടുത്ത് അവിടെ ഒരു ക്ഷേത്രമുണ്ടാക്കി. ആ ക്ഷേത്രത്തിനകത്ത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചു ആരാധിക്കുകയും ഇനി അത് ജനങ്ങൾക്ക് തന്നെ മറ്റുള്ളവരുടെ വീടുകളിൽ അത് വെക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു മനുഷ്യന്റെ മകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമുക്കൊക്കെ പലപ്പോഴും പറയാനുള്ള കാരണം, നമ്മളൊരു ഇന്ത്യ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. ഈ ഇന്ത്യ രാജ്യത്ത് വിവിധങ്ങളാകുന്ന മതങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മൾ, ഇതിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ മതത്തെ, നമ്മുടെ ആരാധനകളെ, നമ്മുടെ ആദർശത്തെ, നമ്മുടെ ദീനിനെ, നമ്മുടെ ഇസ്ലാമിനെ നമുക്ക് സംരക്ഷിക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മിൽ എത്ര ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഗൗരവമായി ആലോചിക്കണം. ഞാൻ അങ്ങോട്ട് തന്നെ പോകുന്നു. ഇബ്രാഹിം നബി പറഞ്ഞു വരാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ പോലൊരു സമൂഹത്തിന്റെ ഇടയിൽ, ഒരു ജനതയുടെ ഇടയിൽ, ആ നാടിന്റെ ഭരണാധികാരി,
ആ നാടിന്റെ എല്ലാ സാഹചര്യങ്ങളും അവിടെ ജീവിച്ചിരുന്ന സർവ്വവിധ മനുഷ്യരും ഒരാൾ പോലുമില്ല അവിടെ. അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരൊറ്റയാൻ പോരാട്ടം നടത്തുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്നത്തെ അവസ്ഥയിൽ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. അദ്ദേഹം എന്തിനാണ് ചാവേറാകുന്നത് എന്ന് നമ്മൾ ഒരു പക്ഷെ ചോദിക്കാം. മുഴുവൻ ഭരണാധികാരികളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അവിടെ മുഴുവനും എല്ലാം അദ്ദേഹത്തിന് എതിരാണ്. ആ എതിരായ ഒരു സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന്, ആ എതിരായി നിന്ന ഒരു സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് ആദർശം ഉയർത്തിപ്പിടിക്കാൻ, രക്ഷിതാവിന്റെ ആദർശം ഉയർത്തിപ്പിടിക്കാൻ, അള്ളാഹുവിന്റെ ആദർശം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് എന്തെല്ലാം സമർപ്പിക്കേണ്ടി വരും. ജീവൻ അപകടത്തിലാണ്, അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അദ്ദേഹത്തിന് അതിൽ ഭയം വന്നില്ല. ഈ ആളുകൾ മുഴുവനും എനിക്കെതിരെ തിരിയുമ്പോൾ എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുകയില്ലേ, എന്റെ കുടുംബം എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ലേ, ഇല്ലെങ്കിൽ എന്റെ ആളുകൾ എന്നെ ആട്ടിപ്പായിക്കില്ലേ, എന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ മുഴുവനും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നമ്മളും അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ നമ്മളോടും ചോദിക്കും സമൂഹം, നമ്മളോടും ചോദിക്കും ആളുകൾ, മനുഷ്യർ, നമ്മുടെ കുടുംബം ചോദിക്കും, നമ്മുടെ ചുറ്റുപാടുകളുള്ളവർ ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇന്ന മനുഷ്യന്മാർ, ഇന്ന ആളുകളൊക്കെ ജീവിക്കുന്നത് കണ്ടില്ലേ? സ്വസ്ഥമായി സമാധാനത്തോടെ കുടുംബത്തോടെ ആ കുടുംബത്തിന് വേണ്ട സമ്പാദ്യങ്ങൾ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയല്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ ഈ എടുക്കാ പൊങ്ങാത്ത ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പോകുന്നത് എന്ന് ചോദിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും സമാനമായ രീതിയിലുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകാം, ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ അവിടെയൊന്നും അദ്ദേഹം യാതൊരു നിലയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ, യാതൊരു നിലയിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകാതെ അദ്ദേഹം നേരെ ചൊവ്വേ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് അള്ളാഹു സഹായം നൽകുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്രൂദും കൂട്ടരും അദ്ദേഹത്തെ തീക്കുണ്ടത്തിലേക്ക് എറിഞ്ഞില്ലേ? അദ്ദേഹം ആ തീക്കുണ്ടം അതിജീവിച്ചില്ലേ? ചരിത്രം കൂടുതൽ അങ്ങനെ പകർത്തി പോകല. അതിൽ നിന്നുള്ള സാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ട് തഴമ്പിച്ച് ഇങ്ങനെ നമ്മൾ ആയിരിക്കുകയാണ്. എല്ലാ വർഷവും എല്ലാ പെരുന്നാൾ വരുമ്പോഴും, എല്ലാ ദുൽഹജ്ജ് മാസം വരുമ്പോഴും ഇത് നമ്മളിങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഹാജറ, ഇവരൊക്കെ എങ്ങനെയാണ് ചരിത്രത്തിലേക്ക് ഓടിക്കയറിയത്, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നത് എന്നത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു പരീക്ഷണങ്ങളുടെ മേലുള്ള പരീക്ഷണങ്ങൾ നൽകിയപ്പോൾ നമുക്ക് ഒന്നിലധികം പരീക്ഷണമാണ് വരുന്നതെങ്കിലോ നമ്മളൊന്ന് ആലോചിച്ചു. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ രോഗം വരും. ചില ആളുകൾക്കൊക്കെ രോഗം വെക്കും. ആ രോഗത്തിൽ നിന്ന് പേടിച്ചോടിയിട്ട് ആളുകളൊന്ന് ആത്മഹത്യ ചെയ്യാം. എൻ്റെ എനിക്ക് ഒരു പരിചയമുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു പരീക്ഷണമായി ക്യാൻസർ നൽകി. അങ്ങനെ ക്യാൻസറിന്റെ ആ രോഗത്തെ അദ്ദേഹത്തിന് ശമിക്കാനുള്ള കഴിവില്ലാതെ അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. പരീക്ഷണാർത്ഥം അള്ളാഹു ഔദാര്യമായി നൽകിയ ആ പരീക്ഷണത്തെ അതിജീവിച്ച് അദ്ദേഹം അതിനാണ് മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിന് രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടേണ്ട മനുഷ്യൻ അവിടെ നിന്ന് ഒളിച്ചോടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ആത്മഹത്യയിലേക്ക് അദ്ദേഹം എത്തിക്കുന്നു. അതേപോലെ പല പരീക്ഷണങ്ങളിൽ നിന്നും ഓടി അകലുന്നവർ, നാട്ടിൽ ചെറിയ കടങ്ങളും മറ്റൊക്കെ വന്നു, ആ നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് പിന്നെ ജനങ്ങളെ അയാൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റാതെ അയാൾ പിന്നെ എവിടേക്കോ ഓടിപ്പോകുന്നു. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങോട്ടും അതിനു വേണ്ടി ഓടിപ്പോയില്ല. അള്ളാഹുവിന്റെ പരീക്ഷണാർത്ഥം അദ്ദേഹം ആ ഇറാഖിൽ നിന്ന് പിന്നീട് അദ്ദേഹം മക്ക വരെ, കഅബ വരെ, മക്ക വരെ, അതായത് സൗദി അറേബ്യയുടെ മക്ക എന്ന പ്രദേശം വരെ അദ്ദേഹത്തിന് യാത്ര ചെയ്യുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൊണ്ടുവന്നാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പ്രദേശത്ത് അദ്ദേഹം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സങ്കല്പങ്ങൾ അദ്ദേഹം അയവിറക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അതും പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ
എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞ് എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ച് എല്ലാ പരീക്ഷണങ്ങളിലും 100 മാർക്ക് വാങ്ങിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകനെയും കൂട്ടി അദ്ദേഹം പിന്നീട് കഅബാലയം നിർമ്മിക്കുന്നുണ്ട്. ആ കഅബാലയം നിർമ്മിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബന വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അദ്ദേഹം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ, അല്ലാഹുവിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രവർത്തനങ്ങളെല്ലാം വിജയിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ആരാധനാലയം നിർമ്മിച്ചപ്പോൾ ആ അല്ലാഹുവിന്റെ ആരാധനാലയം നിർമ്മിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രാർത്ഥന, പഠിച്ചവനെ, അല്ലാഹുവേ, രക്ഷിതാവേ, എന്നെ നീ മുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തണം. നിന്നെ അനുസരിക്കുന്നവരിൽ, നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തണം. എന്നെ മാത്രമല്ല, ഞങ്ങൾ രണ്ടാണ്. എന്നെ എന്റെ മോന് ഇനി പോരാ, അത് ജമാക്കും ഭാര്യയും പിന്നെ കഴിഞ്ഞില്ല. എന്റെ പരമ്പരയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ നീ ഉണ്ടാക്കി തരണം. ഞങ്ങൾ ഈ ഉണ്ടാക്കിയത്, ഞങ്ങൾ നിർമ്മിച്ചതിനെയും എന്റെ ത്യാഗ കർമ്മങ്ങളെ നീ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ പശ്ചാത്തലം സ്വീകരിക്കുന്നവനും ഏറ്റവും നല്ല കാരുണ്യവാദിയാണ്. നിർത്തിയിലാണ് ربنا وابعث فيهم رسولا منهم. വീണ്ടും എനിക്ക് ശേഷം ഈ പട്ടണത്തിൽ, ഇവിടെ ഉണ്ടല്ലോ, ഈ മക്കയിൽ, ഈ പ്രദേശത്ത്, ഇവിടെ നിന്ന് ഒരു പ്രവാചകനെ നീ എന്ത് ചെയ്യണം? നൽകണം. ആ പ്രവാചകൻ എങ്ങനെയുള്ള പ്രവാചകനായിരിക്കണം? യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. മനുഷ്യന്മാരെയൊക്കെ സംസ്കരിച്ചെടുക്കുന്ന, വേദഗ്രന്ഥമൊക്കെ പഠിപ്പിക്കുന്ന, തത്വജ്ഞാനമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു തലമുറയെ ഇവിടെ നിന്ന് നിർമ്മിച്ചു തന്നെ നീ ഉണ്ടാക്കി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവിടെ നിന്ന് ഉണ്ടാക്കി തരുന്ന ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. അപ്പൊ നമുക്ക് ഈ ഇസ്ലാം എന്ന, മുസ്ലിം എന്ന ഈ പദവി, ഐഡന്റിറ്റി നമുക്ക് ലഭിച്ചത് നേരത്തെ വന്ന പ്രവാചകന്മാരുടെ വഴികളിൽ കൂടെ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ പിൻപറ്റുകയും അത് സ്വീകരിക്കുകയും ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുമ്മാ ഉഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. അടിക്കടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പരിചയപ്പെടുത്തിയിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ പറഞ്ഞിട്ട് കാന യഹൂദിയൻ വനസറാനിയൻ, അദ്ദേഹം ജൂതനല്ല, ക്രിസ്ത്യാനിയല്ല. എന്നിട്ട് അദ്ദേഹം കറകളഞ്ഞ ബഹുദൈവ നിഷേധിയായിരുന്നു എന്ന, ബഹുദൈവ വിശ്വാസിയല്ല, ബഹുദൈവ നിഷേധിയായിരുന്നു അദ്ദേഹം എന്നാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. അതുകൊണ്ട് അദ്ദേഹത്തിന് ശേഷവും ആ മില്ലത്തിനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിനെ അനുധാവനം ചെയ്യുന്ന ഒരു സമൂഹം, ഒരു സമുദായം ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടായി തീരണമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എന്ന് ചരിത്രം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മുസ്ലിം, ഞാനും നിങ്ങൾക്കും, എനിക്കും നിങ്ങൾക്കും പല ന്യായങ്ങളും പല കാരണങ്ങളും പറഞ്ഞ് നമുക്ക് പലതിൽ നിന്നും ഒഴിഞ്ഞു മാറാനും പലതിൽ നിന്ന് നമുക്ക് ഓടിപ്പോകാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ഉമ്മത്തൻ എന്നാ പരിചയപ്പെടുത്തിയത്.
ഒരു സമൂഹം, ഒരു സമുദായം കൂട്ടായി ചെയ്യേണ്ട, ഒരു സമൂഹം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്ന് അക്രമിക്കൂട്ടത്തിനെതിരിൽ, അക്രമിക്കൂട്ടത്തിൽ തന്മേടത്തോടെ ആർജവത്തോടെ എഴുന്നേറ്റ് നിന്ന് ഇസ്ലാമും ദീനും പ്രഖ്യാപിച്ച അദ്ദേഹം, ഞാൻ മുസ്ലിമാണെന്നും മുസ്ലിമായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നും പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് ഏറ്റവും ശ്രേഷ്ഠമായ മില്ലത്താണെന്നും ആ മില്ലത്തിലാണ് ഞാനെന്നും അതുകൊണ്ട് നിങ്ങളും ആ മില്ലത്ത് പിൻപറ്റണമെന്നും പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമ്മൾ ഇന്ന് എണ്ണത്തിൽ ഒരുപാടുണ്ട്. നാം ജീവിക്കുന്ന ഇന്ത്യ രാജ്യം ഫാഷിസ്റ്റുകളും അതുപോലെ തന്നെ ഹിന്ദുത്വ ശക്തികളും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് നമ്മൾ ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും ഒന്ന് ധൈര്യമായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ നാമം പോലും ഉച്ചരിക്കാൻ ഭയപ്പെടുന്നവരായി, പടച്ചവന്റെ അല്ലാഹ് എന്ന വാക്കുച്ചരിച്ചാൽ എന്തൊക്കെയോ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്നവർ, ഭരണകൂടത്തിന്റെ ഓരം ചേർന്ന് നിന്ന് എനിക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ അവകാശങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണമെന്നും എന്റെ പടച്ചവന്റേതല്ല എന്ന ഒരു വിചാരത്തിലേക്ക് ഈ സമൂഹവും ഈ സമുദായവും അധപ്പതിച്ചു പോകുമ്പോൾ, ഓരോ വർഷവും ഓരോ ഈദുൽ അദ്ഹ വരുമ്പോൾ, ബലിപെരുന്നാൾ വരുമ്പോൾ, ഈ ബലിപെരുന്നാളിൽ കുറെ മൃഗങ്ങളെ മാത്രം ബലി കൊടുത്തത് കൊണ്ടോ, പെരുന്നാളിന്റെ ദിവസം പുതിയ വസ്ത്രം ധരിച്ച് അത്രം പുരട്ടി പള്ളിയിലേക്ക് വന്നത് കൊണ്ടോ, ഈദ്ഗാഹുകളിലേക്ക് വന്നത് കൊണ്ടോ, അവിടെ മറ്റ് ചില ആരാധന കർമ്മങ്ങൾ മാത്രം നിർവഹിച്ചത് കൊണ്ടോ മാത്രം ഞാനും നിങ്ങൾ മുസ്ലിമാണെന്ന് പറയാൻ കഴിയുമോ? മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഫാഷിസത്തിന്റെ കൂട്ടത്തിൽ ഇവിടെ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇവിടെ ജനിച്ചവനാണ്, സൃഷ്ടാവില് അല്ലാഹുവിൽ എന്റെ പടച്ചവൻ അല്ലാഹുവാ, ആ അല്ലാഹുവാണ് എനിക്ക് ജീവൻ നൽകിയത്, ആ സൃഷ്ടാവാണ് എനിക്ക് ജീവിതം നൽകിയത്, ആ സൃഷ്ടാവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് ആരെയും ഭയപ്പെടണ്ട. ഞാൻ ജനിച്ചു എങ്കിൽ ഇനി ഞാൻ മരണപ്പെടുക തന്നെ ചെയ്യും, മരണപ്പെട്ടേ പറ്റൂ, മരണപ്പെടാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് മുമ്പ് ഇവിടെ ഒരുപാട് മനുഷ്യർ ജീവിച്ചിരുന്നു, അവരെല്ലാം മരണപ്പെട്ടു പോവുക തന്നെ ചെയ്തു. ആ മരണം, എന്റെ സൃഷ്ടാവിന് ഇഷ്ടപ്പെടുന്ന, എന്റെ പടച്ചവന് ഇഷ്ടപ്പെടുന്ന, എന്റെ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന നിലയിലുള്ള മരണമായിരിക്കണം. ആ സൃഷ്ടാവിന് വേണ്ടി എനിക്ക് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹ് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, അദ്ദേഹത്തെ ദുനിയാവിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ നിർത്തിയില്ല, വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, അദ്ദേഹം പരലോകത്ത് സ്വാലിഹീങ്ങളോടൊപ്പമാണ് അദ്ദേഹം. ഇവിടെ അദ്ദേഹത്തെ ഈ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ ഞാൻ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്ത അദ്ദേഹത്തെ നാളെ പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളോടൊപ്പമാണ് എന്ന് എന്ത് ചെയ്യാണ് അല്ലാഹു പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇതെല്ലാം പൂർത്തിയാക്കി മരണാസന്നനായി കിടക്കുമ്പോൾ മരണവേളയിലും അദ്ദേഹവും യാക്കൂബ് എന്ന പ്രവാചകനും അദ്ദേഹവും തന്റെ മക്കളോട് ഉപദേശം നടത്തുന്നു, മക്കളെ നിങ്ങൾക്ക് അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്ന ദീനാണിത്, ഇത് അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്ന ജീവിത വ്യവസ്ഥയാണ്. ഈ ജീവിത വ്യവസ്ഥയിലായിക്കൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ ഇവിടെ നിന്ന് നിങ്ങൾ മരണപ്പെട്ടു പോകാൻ പാടില്ല. തുടർന്ന് പറയുന്ന യാക്കൂബ് നബിയുടെ മരണാസന്ന വേളയിൽ നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, അദ്ദേഹം മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഖാലു നഅ്ബുദു ഇലാഹക, നിങ്ങളെ മാ തഅ്ബുദൂന മിൻ ബഅദി, ചോദിക്കും മാ തഅ്ബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധന നടത്തുന്നത്? ആർക്ക് ഈ ആരാധന എന്ന് പറഞ്ഞാൽ കേവലം നമസ്കാരവും ചില അത് മാത്രമല്ല, പിന്നെയോ എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കും.
അത് ഭരണമാകാം, അതുപോലെ തന്നെ തൊഴിലാകാം, മറ്റെല്ലാമാകാം, തന്റെ ബന്ധമാകാം, കൂട്ടുകാരാകാം, കുടുംബമാകാം, എല്ലാം ആർക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഖാലൂ നഅ്ബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. സൂറ ബഖറ പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ പിതാക്കൾ, നേരത്തെ പിതാക്കൾ ഇബ്രാഹീമും ഇസ്മാഈലും ഇസ്ഹാഖും അലൈഹിസ്സലാം ഇവരൊക്കെ ആരെയാണോ ആരാധിച്ചുകൊണ്ടിരുന്നത്? ആ ഇലാഹിനെയാണ്. പിന്നെയോ ആ ഇലാഹ് മാത്രമാണ് ഇലാഹ്. അതുകൊണ്ട് ഞങ്ങൾ ആ ഇലാഹിന് വേണ്ടി സർവാത്മന ഞങ്ങൾ കീഴ്പ്പെടുന്നവരാണ്, ഞങ്ങൾ യഥാർത്ഥ മുസ്ലിമുകളാണ് എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ ഈദുൽ അദ്ഹയിൽ അത് പ്രഖ്യാപിക്കാൻ കഴിയും. നമ്മൾ കുറേ മുസ്ലിമുകൾ, കുറേ ആളുകൾ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ, ഞാൻ മുസ്ലിമാണെന്നതിൽ അഭിമാനിക്കാൻ, ആ മുസ്ലിമാണെന്നതിൽ എനിക്ക് അഭിമാന ബോധമുണ്ടാകാം, ആ അഭിമാന ബോധം എൻ്റെ ജീവിതത്തിലും മരണത്തിലും എൻ്റെ എല്ലാ മേഖലകളിലും അത് ഉണ്ടാക്കി തീർക്കാൻ, അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയുമ്പോൾ മാത്രമാണ് നമ്മളുടെ ഈ ആഘോഷങ്ങളും നമ്മുടെ ഈ മറ്റു ഇബാദത്തുകളും നമ്മുടെ എല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന നിലയിലാകുന്നത്. അപ്പോഴാണ് അതിനൊരു അർത്ഥമുണ്ടാകുന്നത്. അപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. അതിനാൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ, ആദർശത്തിലേക്ക് എത്താൻ ഈ ഹജ്ജ് മാസം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന്റെ കഥയൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ദിനങ്ങൾ കേൾക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കഥകൾ കുറച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നേരത്തെ കഴിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ, ആ ആദർശത്തിൽ നിലകൊണ്ട് എല്ലാ ഒരു ശക്തികളെയും ഭയപ്പെടാതെ അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടു, രക്ഷിതാവിന് വേണ്ടി, സുദ്ധാവിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു എന്ന നാമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തസ്സോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു. ബംഗാളില് ഇപ്പോ എല്ലാ മദ്രസകളിലും വന്ദേ മാതരം നിർബന്ധമാക്കാൻ പോകും. അതിനെല്ലാം ഓരോരുത്തരും എന്തോ വളരെ താല്പര്യത്തോടു കൂടി അതെങ്ങനെ നിൽക്കുന്നു. അതിന്റെ ആദ്യത്തെ 1-2 വരികൾ മാത്രമാണ് സർക്കാർ ആദ്യമായി അതിനെ നിർബന്ധമാക്കിയിട്ടുള്ളത് തന്നെ. പക്ഷെ അതിന്റെ പിന്നീട് പോകുന്ന ഭാഗങ്ങളൊക്കെ തന്നെ വളരെ വിശ്വാസപരമായി തെറ്റിച്ചു കളയുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് പകരം വേറിട്ട് നിന്ന ഇബ്രാഹിമിന്റെ മില്ലത്തിന്റെ ആളുകൾ എന്ന നിലയിൽ നമുക്കും മാറി നിൽക്കാൻ കഴിയണം. അവിടെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടാൻ എന്താ? നമുക്ക് ഇവിടെയുള്ള കുറച്ച് സമ്പത്തും ഇത് മാത്രമൊന്നുമല്ല, നമുക്ക് നാളെ ലഭിക്കാനുള്ള പരലോകമാണ്. ആ പരലോകത്ത് നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ ആദർശത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. ആ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അറബ് അതിന്റെ പലതും അതിനെ നിരോധിക്കാൻ ശ്രമിച്ചു. നമ്മൾ പുതിയ വാർത്ത, ബംഗാളിലെ പുതിയ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നല്ല നല്ല വാർത്തകളാണ്. അതൊക്കെ മാറി വരും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എടുത്താൽ. അവിടെ പശുവിനെയും അതുപോലെ തന്നെ മറ്റ് നാൽക്കാലികളെ അവർ കൊണ്ടുവന്നപ്പോ അത് ഞങ്ങൾ വാങ്ങൂല, നിങ്ങളുടെ ദൈവമല്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ നിങ്ങളുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചയച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ ആടിനെ അറുത്തോളാം എന്ന് പറഞ്ഞ് തിരിച്ചയച്ചപ്പോ അതിന്റെ കർഷകരാകുന്ന ആളുകൾ കിടന്ന് കരയുന്ന, അത് വാങ്ങണമെന്ന് പറഞ്ഞ് കരയുന്ന അവസ്ഥയിലേക്ക് വരുന്നു. നമ്മൾ അടിയുറച്ചു നിന്നാൽ, നമ്മളായാൽ നമ്മുടെ പുറകെ എല്ലാവരും വരും. പക്ഷെ നമുക്കാണ് ഭയം. നമ്മളെല്ലാവരെയും ഭയന്നു പോവുകയാണ്. നമ്മൾ ഭയന്നു പോകാതെ ആദർശങ്ങളിൽ അടിയുറച്ചു നിന്നാൽ തീർച്ചയായും നമ്മുടെ പുറകെ എല്ലാവരും വരും. അങ്ങനെ വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു കാലം വരിക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സുന്ദരമായ ഒരു കാലത്തെ നമുക്ക് തിരിച്ചു തരട്ടെ. ആ കാലം തിരിച്ചു തരുമ്പോൾ അതിന് സാക്ഷികളായി നിലകൊള്ളാനും ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 1-2